എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഡബിൾ എക്സൽ സൈസ് നൈറ്റിയോട്, അതായത് ചെസ്റ്റ് 11 ഇഞ്ചുള്ള, നമ്മൾ 4ആയിട്ട് മടക്കിയപ്പം 11 ഇഞ്ചുള്ള നൈറ്റിയോട് കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് കൂടെ ഇതിൽ ഉൾപ്പെടെ നോക്കാം, പറ്റിയില്ലെങ്കിൽ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിലിടാം കേട്ടോ. അപ്പോൾ കാരണം രണ്ടും കൂടെ ആയപ്പം നിങ്ങൾക്ക് ബോറടിക്കും, കാണാനും ബോറടിക്കും, അതുപോലെ ഒരുപാട് ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഇടുന്നത്. നമുക്കിതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു 290 മീറ്ററിൻ്റെ തുണിയാണ് കേട്ടോ. ഞാനിതിപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഷോപ്പിൽ നിന്ന് മടക്കി കിട്ടുന്നത് അതുപോലെ മടക്കിയിട്ട് നീളത്തിന് മടക്കിയിട്ട് വീതിയിലോട്ട് മടക്കിയിട്ടുണ്ട് കണ്ടോ. ഈ തുണി മടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതല്ലേ നീളം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി നീളത്തിൽ, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീതിയിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ എത്രയാണോ ലെങ്ത് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിങ്ങും 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാനും 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു 2 ഇഞ്ചോളം 2-2.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. കാരണം എന്തെങ്കിലും ഒരു പക്ഷേ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ലാസ്റ്റ് വേണമെന്നുള്ള അളന്നെടുത്തിട്ട് കട്ട് ചെയ്ത് ബാക്കി മടക്കി അടിക്കുക. അതുകൊണ്ട് 2 ഇഞ്ച് ഇപ്പം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 2.5-3 ഇഞ്ചോളം കൂട്ടിയെടുക്കുക കേട്ടോ. ബാക്കി ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ല കറക്റ്റ് നല്ലതായിട്ട് സ്റ്റിച്ചിങ് അറിയാമെന്നുള്ളവരാണെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതിയാവും. നമുക്കിതിൽ അളവുകളൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഷോൾഡർ 7.5 ഞാൻ എടുക്കുന്നത് കേട്ടോ. ഷോൾഡർ 7.5. അത് കണക്ക് തന്നെ ആം ഹോള് 8 എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയും 7.5 ഒന്ന് നോക്കാം. ആംഗോൾ ഇവിടെ എടുത്തത് കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നോക്കണം, 7-8 ഇഞ്ച് എവിടെയാണോ എന്നുള്ളത്. എന്നിട്ട് ഈ സെൻറ്ററിൽ നോക്കണം 7.5. നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടു. ഇപ്പോൾ ഷോൾഡർ 7.5, ആം ഹോൾ 8. നമ്മളിവിടെ 8 മാർക്ക് ചെയ്ത് ഇത് കറക്റ്റ് ലെവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 8 ഇഞ്ചുണ്ട്, ഇത് 7.5 ഉണ്ട്. ഇത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 11 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈ ലൈനിൽ വേണം ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ. 11 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പൂടിയിട്ട് 12 ഇഞ്ച് നമുക്ക് 12 ഇഞ്ച്. പിന്നെ നമ്മൾ സിബ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ, അപ്പം 1/2 ഇഞ്ച് എന്തായാലും പോവും. അപ്പം 11ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടണം. അപ്പം 11.5 1 ഇഞ്ച് കൂടെ കൂട്ടിയാൽ 12.5 നമുക്ക് മാർക്ക് ചെയ്യാം. കാരണം നമ്മൾ അതാണ് ശ്രദ്ധിക്കുന്നത്, നമ്മൾ സിബ് വയ്ക്കുന്നതോ കാലിഞ്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് മാറും. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 8 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇതാണ് കറക്റ്റ് അളവ് 11.5. 1/2 ഇഞ്ച് 11.5 ഇവിടെയാണ് വരുന്നത്. ഇതല്ല 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 12.5. ഇനി നമുക്ക് ആംഹോൾ വരയ്ക്കാം. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. 8ൻ്റെ പകുതി എന്ന് പറയുന്നത് 4ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുറച്ച് വരയ്ക്കാം. നൈറ്റി ആയതുകൊണ്ട് നമുക്ക് ബ്ലൗസിൻ്റെയും ചുരിദാർ ടോപ്പിൻ്റെയൊക്കെ അളവുകൾ നമുക്ക് അത്രയൊന്നും വേണ്ട കേട്ടോ. ഇപ്പം നമുക്ക് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ലെന്തെന്ന് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെന്തെന്ന് പറയുന്നത് 14.5ആണ്. 14ആണ്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ്റ് കൂട്ടി 14.5 മാർക്ക് ചെയ്യാം. ഇവിടെയും 14.5 നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഹിപ്പിൽ 2ൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഹിപ്പ് ലെന്ത് എന്ന് പറയുന്നത് 20ആണ് കേട്ടോ. ഇത് ചുരിദാർ കടമ്പോൾ നൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പ്ലീറ്റ് നൈറ്റി അല്ല. 20, ഇവിടെ 20 മാർക്ക് ചെയ്യാം. ഇനി ഈ 2 ലൈനിൻ്റെ അളവുകളൊന്ന് മാർക്കണം. വേസ്റ്റാണ് ഇത് മാർക്ക് ചെയ്ത് 14. അവിടുത്തെ വണ്ണം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 22ആണ്. 11ആണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതേ അളവ് തന്നെ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് ഇടുന്നതുകൊണ്ട് 10.5 എടുക്കാം കേട്ടോ. 11 നമ്മൾ എടുത്തിട്ടുള്ളത്. 11.5 അര ഇഞ്ച് നമുക്ക് ഇതിനാണ് പോകുന്നത് സിബ് വയ്ക്കാനായിട്ട്. നമുക്കിവിടെ 11 നമുക്ക് 10 ഇഞ്ച് മതിയാവും, അല്ലെങ്കിൽ 10.5 മതിയാവും കേട്ടോ. പിന്നെ ഒരു അര ഇഞ്ച് നമ്മൾ സിബ് ഇവിടെ വയ്ക്കത്തില്ലേ, ഫ്രണ്ട് സിബ് വയ്ക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഇവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് ഇതിനും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ എത്ര വേണം? 10.5 മതി. 11 അര ഇഞ്ച് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാറിനൊക്കെ ആണെങ്കിൽ 1 ഇഞ്ചാണ് ഷേപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇത് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതേ അളവ് എടുക്കാം. ഞാനിവിടെ അര ഇഞ്ച് കുറച്ചിട്ടുണ്ട്. 10.5 അര ഇഞ്ച് ഇട്ടത്. ഇവിടെ സിബ് വയ്ക്കുമ്പോൾ അര ഇഞ്ചിൽ വ്യത്യാസം വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ചും കൂടെ കൂട്ടി 11 എടുത്തത്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയിട്ട് 12 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ട് തമ്മിൽ നിന്ന് യോജിപ്പിക്കാം. കണ്ടോ? അത് നമ്മൾ ഡോട്ടിട്ട് യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസം വരത്തില്ല. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഇവിടത്തെ നിന്ന് മാർക്ക് ചെയ്യാം. ഹിപ്പ് വിട്ടെന്ന് പറയുന്നത്, ഹിപ്പ് വിട്ടെന്ന് പറഞ്ഞാൽ 23.5 ഒരു സൈഡിൽ. അതായത് നമ്മൾ രണ്ടായിട്ട് മടക്കിയാണെങ്കിൽ ഒരു സൈഡ് 23. അതിൻ്റെ 4 പറയുമ്പോൾ 11.75 കേട്ടോ. 11.75 നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു ഇഞ്ച് കൂട്ടി 12.75 ഇവിടെ എടുക്കാം. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളങ്ങനെ ഒരുപാട് അങ്ങ് ഷേപ്പ് ചെയ്യും. ഇവിടെ നിന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് വേണം ഷേപ്പ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ അതായത് ഇത് ഇങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട പോലെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം വേണം. നമ്മൾ മാക്സിമം ലൂസിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് വേണം പിന്നെ താഴ്ഭാഗത്ത് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യും. ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങ് ചരിച്ച് നമ്മളങ്ങ് തുമ്പിലെത്തിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇതിൽ ഈ ടേബിളിൽ മൊത്തം കാണിക്കാൻ പറ്റാത്തത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെപ്പറേറ്റ് ചെയ്യണം. ഇത് ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ട് നെക്കെന്ന് പറയുന്നത് നെക്കിൻ്റെ വിടുത്ത് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് 2.25 എടുത്താൽ മതി. കാരണം 4 ഇഞ്ച് നമുക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ 2.25 എടുത്താൽ മതിയാവും. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4.5. ഞാനൊരു 5 ഇഞ്ച് എടുക്കും. അര ഇഞ്ച് ഷോൾഡർ ജോയിൻ പോയിട്ട് 4.5 കിട്ടിക്കോളും കേട്ടോ. ഇവിടെയും 3 ഇഞ്ച് എടുക്കുക. ഇവിടെയും 3 ഇഞ്ച്. 3 ഇഞ്ചിൽ 2.25. 3 ഇഞ്ച് നമുക്ക് വേണം. 2.25 എടുത്താൽ മതിയാവും. അഞ്ചാണ് നെക്ക്. ഇത് നമുക്ക് റൗണ്ട് നെക്കാണ്. നമ്മൾ സിബ് വയ്ക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് നല്ലത് കേട്ടോ. റൗണ്ട് നെക്ക് വരയ്ക്കുന്നു. അപ്പം ആദ്യം നമുക്ക് ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് എന്ന് പറയുന്നത്, ബാക്ക് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ ഒരു 4 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. ഷോൾഡർ ചെയിനും പോയിട്ട് നമുക്ക് 3.5 കിട്ടും. അപ്പം അതും ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആദ്യം ഇതാണ് വെട്ടേണ്ടത്, എന്നിട്ടാണ് ഇത് വെട്ടേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് കട്ടെടുക്കാം. അപ്പം 3 ഇഞ്ചാണ് നെക്ക് വിട്ട് 2.25 എടുത്താൽ മതി. ആദ്യം ഇത് 4 ഇഞ്ച് ബാക്ക് നെക്കാണ്. 3.5 വേണം. അര ഇഞ്ച് ഷോൾഡർ ജോയിൻ കൂട്ടി 4 ഇഞ്ച് എടുത്തു. ഫ്രണ്ട് നെക്ക് ഇറക്കം 4.5 വേണ്ടത്. 5 ഇഞ്ച് എടുത്തു. അര ഇഞ്ച് ഷോൾഡർ ജോയിൻ കൂട്ടി 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ബാക്ക് നെക്ക് വെട്ടണം, എന്നിട്ട് വേണം ഫ്രണ്ട് നെക്ക് വെട്ടാൻ. നമുക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ക്രോസ് പീസിനായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. ബാക്ക് നെക്ക് മാറ്റി വെക്കണം.
എന്നിട്ട് നമ്മൾ എവിടെയാണോ വരച്ചത് അതാണ് ഫ്രണ്ട് നെക്കിന് എടുക്കേണ്ടത്. കണ്ടോ? എന്നിട്ട് ഇനി കറക്റ്റായിട്ട് വയ്ക്കണം കേട്ടോ. നമ്മൾ ഇത് മാറിപ്പോകാൻ പാടില്ല അളവ്. അപ്പം അതിനെ ബാക്ക് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. കണ്ടോ? ഇത് ഫ്രണ്ടായി. അപ്പം ബാക്കും ഫ്രണ്ടുമായി. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗത്ത്. ഇങ്ങനെയാണ് കടന്നത്. ഞാൻ തിരിച്ചിങ്ങനെ ഇട്ടു കേട്ടോ. ഇനി നമുക്കതൊരു സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത് എത്രയുണ്ടോ അത്രയും ഞാൻ എടുക്കും കേട്ടോ. അത് ആവശ്യമുള്ള ലെങ്ത് എടുക്കാം. 9.5 കിട്ടുന്നുണ്ട്. അപ്പം ഇത് ആദ്യം നമുക്ക് സ്ലീവിന് എത്ര വണ്ണം വേണമെന്ന് നോക്കണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ആം ഹോളൊന്ന് അളന്ന് നോക്കാം. ഞാൻ ഇതിന് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കുഴിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ബാക്കിൻ്റെ ആം ഹോളിൻ്റെ അളവ് വേണം എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ 12 ഇഞ്ചോളം വേണം. നമുക്ക് അരയിഞ്ച് ഷോൾഡർ ജോയിനിങ്ങിന് പോകും. 10-11.5 മതിയാവും. 11.5 വിട്ട് വേണം ഇതിന്. 11.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെയാണ് 11.5 വരുന്നത്. കണ്ടോ? നമുക്കിവിടെ 8 കിട്ടുന്നുള്ളൂ. 8 ഇല്ല, അടുപ്പിച്ചില്ല. 7.25 കിട്ടുന്നുള്ളൂ. ബാക്കി ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക തൽക്കാലം. എന്നിട്ട് നമുക്ക് ഈ പീസ് ഇവിടെ വെച്ച് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് നമുക്ക് നോക്കാം 11 കിട്ടുന്നുണ്ടോ എന്ന്. 12 കിട്ടുന്നുണ്ട്. കൂടുതലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ലെവലായി കട്ട് ചെയ്തിട്ട് ഈ പീസിന് 4 പീസുണ്ട്. ഇത് 4 പീസുണ്ട്. ഇങ്ങനെ വച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാൻ കട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റിച്ചിങ് ചെയ്താലേ ഇത് നമുക്ക് അളന്ന് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കി വയ്ക്കാം. നമുക്ക് ബാക്കിൽ ക്രോസ് പീസ് ചെയ്യാനായിട്ട് വേണം. അതിന് നമുക്ക് ഇതെടുക്കാം കേട്ടോ. ഇത് നമുക്ക് സ്കെയിൽ കൊണ്ട്, ഇത് സ്കെയിൽ 1.25 ഇഞ്ചിൻ്റെ സ്കെയിലാണ്. അപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. ഇത് ബാക്ക് മാത്രമേ ചെയ്യാൻ തികയത്തുള്ളൂ, ഫ്രണ്ട് ചെയ്യാൻ തികയത്തില്ല. ഫ്രണ്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് ചെയ്യാൻ. കാരണം നമ്മൾ സിബ് വെച്ചിട്ടാണ് റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ക്രോസ് പീസ് വെച്ച് ചെയ്യണം. അത് നമുക്ക് താഴെ ഭാഗത്ത് നമ്മൾ ലെങ്ത് അളന്നിട്ട് കട്ട് ചെയ്തില്ലേ, അത് കിട്ടും. അപ്പോൾ അത് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ചധികം ഭാഗം വേണ്ടി വരും. ഇതൊക്കെ നമുക്ക് സിബ് വയ്ക്കാനും സിബിൻ്റെ അകത്ത് വയ്ക്കാനും സിബിൻ്റെ ഫ്രണ്ടിലൊരു പീസ് വയ്ക്കാനൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതും കിട്ടും. പിന്നെ നമുക്ക് താഴ്ഭാഗം ലെങ്ത് ഇത്രയും വേണ്ടാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കിട്ടും. അപ്പോൾ അതില്ലാത്തവർക്ക് വേറെ ഇതായിട്ട് ജോയിൻ ചെയ്യുന്ന തുണി എടുക്കേണ്ടി വരും, മാച്ചുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രോസ് പീസിനൊക്കെ വേറെ തുണി എടുക്കണം. അകത്ത് പോകുന്നതല്ലേ. ഫ്രണ്ടിൽ വയ്ക്കുന്ന നമ്മളെ സിബിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ആ പീസ് മാത്രമേ നൈറ്റി പീസിൽ നിന്ന് എടുക്കാവൂ. ബാക്കിയൊക്കെ നമുക്ക് വേറെ പീസിൽ നിന്ന് എടുക്കേണ്ടി വരും. ഫുൾ ലെന്ത് എടുക്കുന്നവരും കുറച്ചുകൂടെ വണ്ണ 3XL ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇത് ക്രോസ് പീസായി. ഇത് ബാക്കിനൊക്കെ ചെയ്യാനാണ്. ഇതിൽ നിന്ന് വേണം നമുക്ക് ഫ്രണ്ടിൽ സിബ് വയ്ക്കാൻ. സിബിൻ്റെ മുകളിൽ നമ്മളൊരു പടി വയ്ക്കത്തില്ല, സിബ് അടിച്ച് മറിക്കാനായിട്ടൊക്കെ നമുക്ക് ഇതിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് സ്ലീവിൽ വയ്ക്കാൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ലെന്ത് കൂടുതലുള്ളവർക്ക് ഇത്രയും തുണി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സിബിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ മാത്രം ഈ നൈറ്റി പീസ് ഉപയോഗിച്ച് ബാക്കിയെല്ലാം വേറെ അകത്തോട്ട് പോകുന്ന പീസുകളെല്ലാം വേറെ പീസ് വയ്ക്കാം കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് വേറെ പീസ് വെച്ചാൽ വൃത്തികേടാവും സിബ് വയ്ക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതെല്ലാം ആയിട്ടുണ്ട്. ബാക്ക്, ഫ്രണ്ട്, സ്ലീവായി. ബാക്കിന് വയ്ക്കാനുള്ള ക്രോസ് പീസ്. ഫ്രണ്ടിൽ നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലും ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഉണ്ടോ? ഇതിപ്പോൾ അടിയിൽ 4 പീസ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് തികയും. കണ്ടോ? ഇത് 4 പീസുണ്ട്. ഇത് ജോയിൻ ചെയ്തിടുമ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് ഇത്രയും അധികം വരത്തേ ഉള്ളൂ. ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് അതും വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് സിബ് വയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ.
ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് സിബ് വയ്ക്കാനായിട്ട് ഇരിക്കട്ടെ. എല്ലാം ആയിട്ടുണ്ട്. ഫ്രണ്ട്, ബാക്ക്, ഫ്രണ്ട്, സ്ലീവിൽ ജോയിൻ ചെയ്യാനുള്ള തുണി, ക്രോസ് പീസ്, ഫ്രണ്ടും ബാക്കും ചെയ്യാനുള്ള ക്രോസ് പീസ്, ഇത് നമുക്ക് സിബ് വയ്ക്കാനുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് അടുത്തതിൽ കാണിക്കാം. സ്റ്റിച്ചിങ് കൂടെ കാണിച്ചാൽ വീഡിയോയിൽ എന്തായി പോവും. എല്ലാവരും കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.